യുക്രൈനിലുള്ള US എംബസി ജീവനക്കാരോട് സുരക്ഷിതമായി ഇരിക്കാൻ മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് അമേരിക്ക. കാരണം റഷ്യ ഒരു തിരിച്ചടി നടത്തിയാൽ അത് എത്രത്തോളം വലുതായിരിക്കുമെന്ന് ട്രംപിന് നന്നായി തന്നെ അറിയാം. യുക്രൈൻ സംഘർഷം അവസാനിക്കുമെന്ന് തോന്നിയ സാഹചര്യത്തിലാണ് റഷ്യൻ വ്യോമതാവളങ്ങൾക്ക് നേരെ യുക്രൈൻ കനത്ത ആക്രമണവുമായി എത്തിയത്. ഇപ്പോഴിതാ യുക്രൈനെതിരെ ശക്തമായി പ്രതികരിക്കാൻ ഒരുങ്ങുകയാണ് റഷ്യ. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി ഫോണിൽ സംസാരിച്ച അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഈ കാര്യം വ്യക്തമാക്കിയിരിക്കുകയാണ്. 1.5 മണിക്കൂറാണ് ഇരു നേതാക്കളും ഫോണിൽ സംസാരിച്ചത്. റഷ്യക്ക് നേരെയുണ്ടായ ആക്രമണങ്ങൾ, ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സംഘർഷം എന്നിവയായിരുന്നു ഫോൺ സംഭാഷണത്തിൽ ഉടനീളം ഉണ്ടായത്. റഷ്യ ഒരു തിരിച്ചടി നടത്തിയാൽ അത് എത്രത്തോളം വലുതായിരിക്കുമെന്ന് ട്രംപിന് അറിയാവുന്ന കാര്യമാണ്. അങ്ങനെ ഒരു അടി കിട്ടിയാൽ അത് സെലൻസ്കി ചോദിച്ചു വാങ്ങിയത് കൊണ്ട് തന്നെ രക്ഷകനായി പുടിനെ വെറുപ്പിച്ചുകൊണ്ട് ഇത്തവണ അമേരിക്ക എത്തുമെന്നും സെലൻസ്കി കരുതുന്നില്ല. 2ാം ലോക മഹായുദ്ധത്തിന് ശേഷം ലോകം കണ്ട ഏറ്റവും ദൈർഘ്യമേറിയ യുദ്ധമാണ് റഷ്യ യുക്രൈൻ സംഘർഷങ്ങൾ. 3 വർഷത്തിലേറെയായി ഇരു രാജ്യങ്ങളും തുടരുന്ന യുദ്ധത്തിന് ഇനിയും അവസാനമായിട്ടില്ല.